ഇത് ആക്ച്വലി ഇപ്പം ഒരു പ്രൈവസി നോക്കുന്നവർക്ക്, പിന്നെ അതേപോലെ കാട്ടിൽ താമസിക്കണം, രാവിലെ കിളികളുടെ ശബ്ദം, പിന്നെ ഒരു ടെൻറ്റ് സ്റ്റേ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ ഒരു സിൽവർ റോക്ക് ടെൻറ്റ് സ്റ്റേ കേട്ടോ. ഇപ്പം എല്ലാവരും പ്രോപ്പർട്ടീസും റിസോർട്ടൊക്കെ നോക്കും, പൂളുള്ള റിസോർട്ടൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ചെറിയൊരു പൂളുണ്ട്. വണക്കം, ദിസ് ഇസ് ടാബ്ക. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 3 സ്റ്റാർ ഹോട്ടലല്ല കേട്ടോ. കണ്ട ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കുണ്ട്. നോക്കിയ ആ ഒരു ഇൻറ്റീരിയറൊക്കെ കണ്ടോ. പക്ഷെ ഞാൻ നിൽക്കുന്നത് ഒരു ടെൻറ്റിലാണ്. വാഗമണിലെ ഒരു ടെൻറ്റ് സ്റ്റൈലാണ് കേട്ടോ നിൽക്കുന്നത്. കണ്ടോ, ഒരു ടെൻറ്റിലാണ്. വാഗമണിലെ ഒരു ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. ഗോൾഡൻ മെഡോസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ സിൽവർ റോക്ക് ടെൻറ്റ് സ്റ്റേ ആണ്. അപ്പം ഈ ഒരു ടെൻറ്റ് സ്റ്റേയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോ. അപ്പം ഞങ്ങളുടെ ചാനൽ അതിനാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതാണ് നമ്മുടെ വാഗമണിലെ സിൽവർ റോക്ക് ടെൻറ്റ് സ്റ്റേ. അപ്പം ഞാൻ നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, ഇൻറ്റീരിയർക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഫെസിലിറ്റി. അടിപൊളി ഒരു ഷാൻഡിയർ, ഫാന്, TV, സൂപ്പർ ബെഡ്, ഒരു സൈഡ് ടേബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ഒരു അലമാരയുണ്ട്, പിന്നെ ഒരു അടിപൊളി ബാത്റൂം ഉണ്ട്. നോക്കിയേ കണ്ടോ, സെറ്റ്, നല്ല കിടിലൻ ബാത്റൂം അല്ലേ. അത്യാവശ്യം വേണ്ട എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. നോക്കിയ ഒരു അടിപൊളി റൂമാണ്. അപ്പോൾ ആരും വിശ്വസിക്കില്ല ഇതൊരു ടെൻറ്റിലാണെന്നുള്ളത്. എങ്ങനെയുണ്ട് ടെൻറ്റ് അതോ? പക്ഷെ ഇതൊരു ടെൻറ്റാണെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ. അപ്പോൾ ടെന്റ് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ മറ്റേ കുഞ്ഞു ടെന്റ് വരുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ തോന്നും. ഇതങ്ങനെയല്ല, നല്ല സേഫ് ആയിട്ടുള്ള ഒരു ടെന്റ്. അപ്പോൾ ടെന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. പൈൻ ഫോറസ്റ്റ് ആണ്, വാഗമണിലെ പൈൻ ഫോറസ്റ്റും അടിപൊളി മലയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണുന്ന ഒരു വ്യൂ കേട്ടോ. അതോടൊപ്പം ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ പൂളുണ്ട്, പിന്നെ 2 ടെന്റുകളുണ്ട്, പിന്നെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് റൂമുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഡ്വെൽ സ്മിത്ത് വെച്ചു എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ആണ് ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ. ഇത് ഗോൾഡൻ മെഡോസിൻ്റെ ഉണ്ട്. ഗോൾഡൻ മെഡോസ് ആണിത്. ഗോൾഡൻ മെഡോസിൻ്റെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റ് താഴെ മേളിലുമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, അതും വാഗമണാണ്. ഇത് ഒരു ടെൻറ്റ് സ്റ്റേ ആണ്. ഇതിൻ്റെ മേളിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു എന്താ പറയുക ഫ്രെയിം ഒരു റൂം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ ഇനി അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ റൂം എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഒരു അടിപൊളി ടെൻറ്റ് സ്റ്റേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കുന്നതാണ് ക്യാമ്പിംഗ് ആണ്. ഇത് അങ്ങനത്തെ ഒരു ടെൻ്റ് അല്ല, ഇത് നല്ല ലക്ഷറി ടെൻ്റാണ്. അടിപൊളി ഒരു ടെൻറ്റിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ വന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ്. അതോടൊപ്പം ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളും പ്രൈസിങ്ങും ഈ പ്രോപ്പർട്ടി എവിടെയാണ് ഇരിക്കുന്നത് എല്ലാം പറഞ്ഞുതരാം. സ്റ്റേ ട്യൂൺ, ട്രാക്ക്. വൈകുന്നേരം നമ്മളെ ടെൻറ്റിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. നോക്കിയാൽ മലനിരകളും നല്ല തണുത്ത കാറ്റും ഉണ്ട്. നല്ല രസമാണ്, അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റ്, എന്ത് രസമെന്ന് അറിയാം, അടിപൊളി. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയി. നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ ഒരു കടയിൽ, അഡ്വഞ്ചർ പാർക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കടയിൽ കോണൊക്കെ വിൽക്കുന്ന അവിടെ. അങ്ങനെ നല്ല ചൂട് കോൺ വാങ്ങിച്ച് അധ്വന് കൊടുക്കുകയാണ്. നമുക്ക് നല്ല ചൂട് കാണണം അല്ലേ. അപ്പോൾ നല്ല തണുത്ത കാറ്റും നല്ല ഈ ഒരു സീനിക് ബ്യൂട്ടിയൊക്കെ കണ്ടത് അതും കോൺ കഴിക്കുകയാണ്. അതോടൊപ്പം ചായയും പറഞ്ഞു, പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അഡ്വഞ്ചർ പാർക്കിൽ പോകുന്ന വഴിയാണ്. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ, ഇത്ര രസമുള്ള വ്യൂ എന്നൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കടയിൽ നിർത്തിയത് തന്നെ. ഈ ഒരു തണുത്ത കാറ്റും ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിക്കാൻ വെച്ചു. നല്ല തണുത്ത ക്ലൈമറ്റല്ല, ചൂട് ചായ കുട്ടനെ പോലെ ഊതി കുടിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഇവിടെ ഫുഡ് പറഞ്ഞു കേട്ടോ. ഫുഡ് വൈകിട്ട് പറഞ്ഞാൽ നമുക്ക് ഡിന്നർ അവർ പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെനു ആണ്. നമ്മൾ ജസ്റ്റ് അതിന് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചപ്പാത്തിയും ബട്ടർ ചിക്കനുമാണ് പറഞ്ഞത്. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു മഴയുണ്ട് കേട്ടോ. നല്ല രസമാണ് രാത്രി കാണാനൊക്കെ. നമുക്ക് ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പം ഡിന്നർ കഴിച്ചിട്ട് ബാക്കി വിശേഷം കാണാം. സമയം ഇപ്പോൾ രാവിലെ 7 മണിയായി. രാത്രി ഞങ്ങളൊരു 10-10:30 ആയപ്പം കിടന്നുറങ്ങി കേട്ടോ. നമ്മുടെ റൂമിനകത്ത് വാൾ മൗണ്ട് ഫാനുണ്ട്, പക്ഷെ ഫാൻ ഇടേണ്ടേ വന്നില്ല, അത്ര നല്ല തണുപ്പായിരുന്നു. അതേപോലെ ഈ ടെൻറ്റിൻ്റെ ഇതേപോലത്തെ വിൻഡോസ് എല്ലാം നമ്മൾ സൈഡിലെല്ലാം ക്ലോസ് ചെയ്തിട്ട് അത്ര തണുപ്പുള്ളുണ്ട്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 7 മണിയാണ്. 7 മണിക്ക് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ.
അവിടെയാണ് ഈസ്റ്റ്. അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുവാണ്. നല്ല രസമാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് നല്ല തണുപ്പുണ്ട്. രാവിലെയൊക്കെ ഫുൾ കിളികളുടെയൊക്കെ ശബ്ദം കേട്ടോ. കിളികളുടെയൊക്കെ ശബ്ദം കേട്ടാണ് എഴുന്നേറ്റെന്ന് വേണമെങ്കിൽ പറയാം. അത്ര നല്ല രസമാണ്. ഭയങ്കര സൈലൻസിൽ ആ ഒരു കിളികളുടെ മാത്രം ശബ്ദമൊക്കെ ആയിട്ടാണ്. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നിങ്ങൾക്കൊരു പ്രൈവസി വേണം, അധികം ബഹളം വേണ്ട, ഇതേപോലെ ചെറിയൊരു കാടിൻ്റെ എക്സ്പീരിയൻസ് വേണം, അതിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ടെൻറ്റ് സ്റ്റേ. ഈ ഒരു എൻ്റെ പുറകെ കാണുന്ന ടെൻറ്റ് സ്റ്റേ. ഇത് ആക്ച്വലി ഇപ്പം ഒരു പ്രൈവസി നോക്കുന്നവർക്ക്, പിന്നെ അതേപോലെ കാട്ടിൽ താമസിക്കണം, രാവിലെ കിളികളുടെ ശബ്ദം, പിന്നെ ഒരു ടെൻറ്റ് സ്റ്റേ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ ഒരു സിൽവർ റോക്ക് ടെൻറ്റ് സ്റ്റേ കേട്ടോ. എൻ്റെ ഈ ടെൻറ്റ്. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഒന്ന് ചുറ്റി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഒരു ഹിൽ ഏരിയയാണ്. അപ്പം ഏറ്റവും മേളിലാണ് റിസപ്ഷൻ. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് റൂംസൊക്കെ വരുന്നത്. ഇവിടെ ആക്ച്വലി 3 ടെൻറ്റുണ്ട്. ഇതൊരു ടെൻറ്റുണ്ട്, പിന്നെ അതോടൊപ്പം ഇവിടെ 2 ടെൻറ്റ്. അപ്പോൾ ഈ ടെൻറ്റിന് അവിടെ ചെറിയൊരു റിക്രിയേഷൻ ഏരിയ ആണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് റെസ്റ്റോറൻറ്റ് ഇല്ല, ബട്ട് നമ്മൾ പറഞ്ഞാൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ഫുഡ് വെച്ച് ഇവിടെ നിന്ന് കഴിക്കാം. പിന്നെ ഒരു കുഞ്ഞു പൂളുണ്ട്. ഇപ്പം എല്ലാവരും പ്രോപ്പർട്ടീസും റിസോർട്ടൊക്കെ നോക്കും, പൂളുള്ള റിസോർട്ടൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ചെറിയൊരു പൂളുണ്ട്. കിഡ്സിന് കളിക്കാൻ ഒരു ചെറിയ ഏരിയ ഉണ്ട്, പൂൾ ഏരിയ. പിന്നെ അതോടൊപ്പം ഇത് അഡൾട്ട് ഏരിയ ആണ്. ബട്ട് ഇവിടെ സൂക്ഷിക്കണം, കാര്യം ഇങ്ങോട്ട് നടന്നൊരു സ്റ്റെപ്പ് താഴോട്ടിറങ്ങിയാൽ നേരെ വലിയവരുടെ പൂളാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇലകളൊക്കെ വീണ് കിടപ്പുണ്ട്, കാര്യം ഇവിടുത്തെ സ്ഥലം ചുറ്റും മരങ്ങളാണ് കേട്ടോ. അപ്പോൾ അതോടൊപ്പം നല്ല കാറ്റുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇലകൾ പൂളിനകത്ത് വീഴും. അവർ മിക്കപ്പോഴും നല്ല ക്ലീൻ ചെയ്യാറുണ്ട്. ബട്ട് ഇതൊരു ഫാക്റ്റാണ്, കാര്യം ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട്. അതോടൊപ്പം ഇതൊരു ഹിൽ ഏരിയ ആണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പോൾ കാറ്റത്തെ ഇലകളെല്ലാം പൊഴിഞ്ഞ് പൂളിൽ വരും. അവർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ വന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേലോട്ട് പോയി കുറച്ച് റൂമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ. ഇതൊരു വലിയൊരു സ്ലോപ്പ് ഏരിയയാണ്. അവരതിനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് ചെടിയൊക്കെ വെച്ചും കുഞ്ഞു ബഫല്ലോ ഗ്രാസൊക്കെ പിടിപ്പിച്ച് സ്റ്റോണൊക്കെ ചെയ്ത് ഇതെല്ലാം അറേഞ്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മേളിലോട്ട് പോയി കാണിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്. അത് നോക്കി നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. അടിപൊളിയല്ലേ, ഓക്കെ, സൂപ്പർ വ്യൂ ആട്ടോ അങ്ങോട്ട്. അപ്പോൾ ഞാൻ മേളിലോട്ട് പോയിട്ട് നമ്മുടെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കയറി പോകണം. രാത്രി ഭയങ്കര രസമായിരുന്നു കേട്ടോ, കാര്യം ഇവിടെയൊക്കെ ഒരു ചെറിയ മിർച്ചി ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ആ ബൾബെല്ലാം കത്തും. ഇതോടൊപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങനെ മേളിൽ പോകണം. അപ്പോൾ പോകുന്ന വഴി അവർ സ്ട്രിപ്പ് വാങ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അതായത് ഇതൊരു ക്യാമ്പ് ഫയർ ഏരിയ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് പേർക്ക് ഇരിക്കാനും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ക്യാമ്പ് ഫയർ ഏരിയ ആണ്. നമുക്ക് കണ്ടോ, ഈ നിൽക്കുന്നതൊക്കെ ഏലമാണ്. ഇതവരുടെ ഇവിടുത്തെ റൂം ബോയ്സിൻ്റെ ചെറിയൊരു ക്യാബിനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്സ് കയറി അങ്ങ് മേളിൽ പോയാലോ. അതാ ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്, ഒത്തിരി സ്റ്റെപ്പ് ഉണ്ടോ കേട്ടോ. അങ്ങനെ സ്റ്റെപ്സ് കയറി മേളിൽ പോകണം. പിന്നെ സ്റ്റെപ്സ് കയറി മേളിൽ പോകുമ്പോൾ അവിടെ ചെറിയൊരു റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കയറുന്നത്. ആണോ, നമ്മുടെ ടെൻ്റ് അങ്ങ് താഴെയാണ്. സ്റ്റെപ്സ് കയറി വന്നു. ഇനി ഇവിടെ നിന്ന് നടന്ന് ഇങ്ങനെ കറങ്ങി മേളിൽ പോവാം. എവിടെ വേണമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ, നടന്ന് ക്ഷീണിച്ചവർക്ക്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റെപ്സ് എല്ലാം നടന്ന് ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഈ ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ വരുന്നവരുടെ കാർ ഇതുവരെ വരും.
ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മേളിലും പാർക്കിംഗ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി മേളിലോട്ട് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രിപ്പ് ലൈറ്റ് കണ്ടോ, നടക്കുന്ന വഴിയൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. ഇത് ചെറിയൊരു ടീ പ്ലാന്റേഷനാണ്, നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തുള്ള ടീ പ്ലാന്റേഷനാണ്. നമ്മൾ അങ്ങ് താഴ്ന്ന വന്നേ. ഓക്കെ, എന്ത് രസമാണ്, അടിപൊളി അല്ലേ. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ മേളിൽ കയറാറുണ്ട്, എന്നാലേ റോഡ് എത്തുള്ളൂ. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ പ്രോപ്പർട്ടി, പക്ഷെ ഇതൊരു സ്ലോപ്പ് ഏരിയ ആണ്. ഇത് അവരുടെ വേറെ പ്രോപ്പർട്ടിയാണ്. അതായത് ഈ ഒരു പ്രിമൈസസിൽ, അവരുടെ ഈ ഒരു പ്രിമൈസസിൽ കോമ്പൗണ്ടിൽ 3 ടൈപ്പ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ താമസിക്കുന്ന ടെൻറ്റ് സ്റ്റേ, സിൽവർ റോക്ക് ടെൻറ്റ് സ്റ്റേ. അതല്ലാതെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് അവർക്കൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലൊരു റൂംസ് ഉണ്ട്. അതോടൊപ്പം ഇതിൻ്റെ അപ്പുറത്ത് തന്നെ അവരൊരു എ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി നടക്കുന്നതാണ്, ഞാൻ അങ്ങോട്ടേക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വലിയ പ്രിമൈസസ് 3 വെറൈറ്റി പ്രോപ്പർട്ടിയാണുള്ളത് കേട്ടോ. ഇത് ഡുൽ സ്മിത്ത് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ആണ് പ്രോപ്പർട്ടി. ഞാൻ മുമ്പ് വാഗമണിലെ ഗോൾഡൻ മെഡോസ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ അവരുടെ 3 സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ്. ഒന്ന് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, പിന്നെ സിൽവർ റോക്ക് ടെൻറ്റ് സ്റ്റേ, പിന്നെ ആ ഒരു എ ഫ്രെയിമിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പർ വ്യൂ ആയിരിക്കും. അതേപോലെ അവരുടെ ഇവിടെ ഒരു ഭാഗത്ത് എ ഫ്രെയിം വരുന്നുണ്ട്, എ ഫ്രെയിം പോലത്തെ ഒരു സ്റ്റേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് പോയി കാണിച്ചു തരാം. ഓക്കെ, എന്ത് രസമാണ്, സൂപ്പറായിരിക്കുമല്ലോ ഇവിടെ ഒരു എ ഫ്രെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ. വാവ്, നമ്മുടെ പൈൻ വാലി കണ്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഇവിടെ വരുന്നവർക്ക് ഏകദേശം വണ്ടി ഇതുവരെ വരും. അതല്ലാതെ മേളിലും പാർക്കിംഗ് ഉണ്ട്, ഇതുവരെ വണ്ടി വരും കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വണ്ടി വരും. ഇതാണ് അവിടെ മെയിൻ ഗേറ്റ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇപ്പോൾ ടെൻറ്റ് സ്റ്റേയിൽ വന്നാലും എ ഫ്രെയിമിൽ വന്നാലും ഈ ഒരു പ്രോപ്പർട്ടി വന്നാലും ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാം. ടെൻറ്റിൽ വരുന്നവർക്ക് താഴെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയാണ്, ഇത്രയും നടക്കണ്ട. അതെ, ഇതൊരു പാർക്കിംഗ് ഏരിയ പ്ലസ് ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ, ഒരു സ്ലൈഡറും ചെറിയൊരു സ്പ്രിങ്ങിൻ്റെ പോലത്തെ ഒരു കിളി അവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എ ഫ്രെയിം. ഇത് വന്നു കഴിഞ്ഞാൽ പൊള്ളിയാണ്. ഓക്കെ, ടീ പ്ലാന്റേഷൻ ഇടയ്ക്ക് ഇരിക്കുന്നൊരു എ ഫ്രെയിമാണ്. ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ, ഉടനെ പണി കഴിയും. അപ്പോൾ ഇതിൻ്റെ പണി കൂടെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത്ര രസം, നമുക്ക് സൂപ്പറായിരിക്കും അല്ലേ. എന്താ എ ഫ്രെയിം ഇപ്പോൾ എല്ലാവരും ട്രെൻഡാണ്. ഇതാണ് എ ഫ്രെയിം ബിൽഡിങ്. 2 റൂം ഉണ്ടാവും. അവിടെ നിന്ന് അടിപൊളിയൊരു വ്യൂവും കാണും. അത് ഗ്ലാസ് വെച്ചിട്ടുള്ള വ്യൂ ആണ്, പ്ലസ് ഒരു ബാൽക്കണി ഉണ്ടാവും. നല്ല വ്യൂ ആയിരിക്കും അങ്ങോട്ടുള്ള പൈൻ ഫോറസ്റ്റിൻ്റെ. ഇതാണ് നമ്മുടെ ഡുവൽ സ്മിത്ത് എന്ന് അവരുടെ റെയിൻ ഫോറസ്റ്റ് എ ഫ്രെയിമിൻ്റെത്. പിന്നെ നമ്മുടെ ടെൻറ്റ് സ്റ്റേ കൊള്ളാം കേട്ടോ, അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല വ്യൂ ആണ്, വ്യൂ പോയിന്റ് രക്ഷയില്ല, അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന്. കാര്യം ഞാൻ മുമ്പ് ഇവിടെ വാഗമൺ വന്നപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത്, ഈ പ്രോപ്പർട്ടിയുടെ പുറത്ത്, അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇല്ല, കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ഞാൻ ഈ വ്യൂ പോയിന്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേ വിചാരിച്ചിട്ടുണ്ട് നല്ല കിടിലൻ വ്യൂ പോയിന്റ് ആണ്, ഇവിടെ താമസിക്കാനെ കിട്ടിയ അടിപൊളിയായിരിക്കും. കറക്റ്റായിട്ട് ഇതാ അവരൊരു പ്രോപ്പർട്ടി കൊണ്ടുവച്ചു. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. വാഗമണിൽ വന്നാലും ഒരു കിടിലൻ സ്റ്റേ ആണ്. ഈവൻ നമുക്ക് ടെൻറ്റ് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു എ ഫ്രെയിം വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി കേട്ടോ, റെയിൻ ഫോറസ്റ്റ്
ഇതാണ് ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, എ ഫ്രെയിം, പിന്നെ താഴെ ടെന്റും ഉണ്ട്. മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ, നമ്മുടെ വാഗമണിന്ന് ഉപ്പുതറ റോഡാണിത്. നമ്മുടെ ഏലപ്പാറയിൽ നിന്ന് ഉപ്പുതറ വരുന്ന റോഡാണ്. ഉപ്പുതറ വന്ന് നമ്മുടെ വാഗമണിലോട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ്. ആ മെയിൻ റോഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ റോഡിൽ നിന്ന് കാണുന്നൊരു കാഴ്ച നോക്കിയാൽ ഞാൻ ജസ്റ്റ് ആ വ്യൂ പോയിന്റ് പുറത്തു നിന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ പുറത്തു നിന്ന് ഉള്ളൊരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ മെയിൻ റോഡിൽ നിന്ന് കാണുന്ന വ്യൂ പോയിന്റ്. ഇതാണ്ടോ, ഇതാണ് നമ്മുടെ ആ മെയിൻ റോഡിൽ നിന്ന് കാണുന്ന വ്യൂ പോയിന്റ്. ആ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഇതിൻ്റെ താഴെയാണ് നമ്മൾ താമസിക്കുന്ന ടെന്റ് സ്റ്റേ. അങ്ങ് താഴെയാണ് കേട്ടോ, പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ ഒരു വ്യൂവിനാണ് നമ്മുടെ ടെന്റ് സ്റ്റേയിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നോക്കിയേ, ആ മലനിരകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരികയാണ്. ഇത് രസമാണ് നോക്കല്ലേ. ഇത് നമ്മുടെ ടെന്റ് സ്റ്റേ ഇവിടെ താഴെയാണ് കേട്ടോ. ഇതോ അവിടെ കാണാം, ചെറുതായിട്ട് ആ ലൈറ്റൊക്കെ കാണാം. ഇതോ ആണോ, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും കാണുന്നൊരു അടിപൊളി കാഴ്ച ഈ ഒരു മലനിരകൾ തന്നെയാണ്. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വാഗമണൊക്കെ സ്റ്റേ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ 3 വെറൈറ്റീസ് റൂംസ് ഉണ്ട്. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, ഞാൻ പറഞ്ഞ പോലെ എ ഫ്രെയിം വരുന്നുണ്ട്. അതേപോലെ ടെൻറ്റ് സ്റ്റേ. നമ്മൾ വിചാരിക്കും പോലെയല്ല ടെൻറ്റ് സ്റ്റേ. നമ്മൾ ടെൻറ്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ക്യാമ്പിംഗ് അല്ലേ, നമ്മുടെ ഈ ചെറിയൊരു ടെൻറ്റ് പോലത്തെ. ഇത് അങ്ങനെയല്ല, ഇത് കൈൻഡ് ഓഫ് ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് നല്ല അമ്യൂണിറ്റീസൊക്കെ ഉണ്ട്, TV ഉണ്ട്, പിന്നെ എന്താ പറയുക, നല്ല ബാത്റൂമാണ്, അലമാരയുണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളി ബെഡാണ്. അപ്പോൾ അത്രയും ഒരു കിടിലം ടെൻറ്റ് സ്റ്റേ ആണ്. അപ്പം ടെൻറ്റ് സ്റ്റേ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ടെൻറ്റിൽ കിടക്കുന്ന ഫീൽ വേണ്ട. അങ്ങനെയല്ല, ഒരു 3 സ്റ്റാർ റൂമിലൊക്കെ കിടക്കുന്ന അത്രയും ഫെസിലിറ്റിയാണ് അവർ ആ ടെൻറ്റ് സ്റ്റേയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു അടിപൊളി ഓപ്ഷനാണ് വാഗമണിൽ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ഇവിടെ നിന്ന് നേരെ റോഡിന് ഓപ്പോസിറ്റ്. എന്ത് രസം നോക്കി, അവിടെയൊക്കെ ആ മേഘമൊക്കെ ഇങ്ങനെ മലയിൽ തട്ടി പോകുന്നതാണ്, അടിപൊളി കേട്ടോ. ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട് അവിടെ. ഹോം സ്റ്റേസും ചെറിയ അപ്പാർട്ട്മെൻറ്റ്സും സ്റ്റേ ചെയ്യാനൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നോക്ക്, ഇത് അവിടേക്ക് ഇങ്ങനെ പണി നടക്കണം മലനിരകളിൽ. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് നോക്ക്, അടിപൊളി. ആ മേഘം ഇങ്ങനെ തട്ടിപ്പോകുന്ന കേട്ടോ, നല്ല തണുത്ത കാറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു ടെൻറ്റ് സ്റ്റേയിൽ നമ്മൾ താമസിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ല സേഫായിട്ടുള്ള അടച്ചുറപ്പുള്ള ടെൻറ്റ് സ്റ്റേ ഫാമിലീസിന് നോക്കുകയാണെങ്കിൽ വാഗമണിൽ ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് സ്റ്റാർ കപ്പ്. ബൈ.